കൊടിയേറിയതോടെ തൃശൂർ പൂരാവേശത്തിലേക്ക്. സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി തിരുവമ്പാടിയും പാറമേക്കാവും. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിന് വേണ്ടി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബും വെടിക്കെട്ടൊരുക്കും. സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മല്ലിക സാരാഭായ് ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഭാഗമായി. മല്ലിക സാരാഭായിയുടെ സർക്കാർ വിലക്ക് ഔദ്യോഗികമാണെങ്കിൽ സമരം കൂടുതൽ കത്തിപ്പടരുമെന്ന് സാറാ ജോസഫ്. സ്ത്രീകൾ സമരത്തിനിറങ്ങിയാൽ വിജയിച്ചിരിക്കുമെന്നും സാറാ ജോസഫ്. ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ ടിവി രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്ത് KCCL. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. കാലാഹരണപ്പെട്ട തെരുവുവിളക്കുകൾ മാറ്റി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളിലും LED ലൈറ്റുകൾ സ്ഥാപിക്കും. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. മർദ്ദനമേറ്റ ബസ് ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനം കാറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചു. വാർത്തകൾ വിശദമായി. കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂരാവേശത്തിൽ. ഞായറാഴ്ചയിലെ സാമ്പിൾ വെടിക്കെട്ടിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഇത്തവണ വെടിക്കെട്ട് കൂടുതൽ പേർക്ക് കാണാൻ സൌകര്യമൊരുക്കും. വെടിക്കെട്ടിൽ നിരവധി പുതുമകൾ ഉണ്ടാകുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിന് വേണ്ടി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബും സാമ്പിൾ വെടിക്കെട്ടൊരുക്കും. കൊടിയേറ്റം കഴിഞ്ഞതോടെ പറയെടുപ്പിന് തുടക്കമായി. പൂരപ്പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 4000-ഓളം പോലീസുകാരെയാണ് പൂരം സുരക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. തൃശൂർ പൂരത്തിൽ പങ്കാളികളായ 10 ക്ഷേത്രങ്ങളിലെയും പൂരച്ചടങ്ങുകളും സമയക്രമവും ലഘുപുസ്തകമാക്കി പ്രസിദ്ധീകരിച്ച് പൂരപ്രേമി സംഘം. തൃശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെയും ഘടകപൂരങ്ങളായ മറ്റ് 8 ദേവീദേവന്മാരുടെയും പൂരദിവസത്തെ ചടങ്ങുകളുടെ സംക്ഷിപ്ത വിവരണമാണ് പുസ്തകത്തിലുള്ളത്. പൂരത്തിനായി ദേവീദേവന്മാർ അതത് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന സമയപ്രകാരമാണ് പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. വടക്കുന്നാഥ ക്ഷേത്ര ശ്രീമൂലസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. പൂരപ്രേമി സംഘം കൺവീനർ വിനോദ് കണ്ടേങ്കാവിൽ, പ്രസിഡന്റ് ബൈജു താഴേക്കാട്ട്, സെക്രട്ടറി അനിൽകുമാർ മോച്ചാട്ടിൽ തുടങ്ങിയവരും പൂരപ്രേമികളും പങ്കെടുത്തു. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ പെട്രോളിംഗിൽ ഇതുവരെ 19ഓളം മോഷ്ടാക്കൾ പിടിയിലായി. കുഴൽമന്നം ചാത്തന്നൂർ സ്വദേശി ശിവശങ്കര പണിക്കർ, നിലമ്പൂർ കുന്നുമേപ്പട്ടി സ്വദേശി ഷമീർ, കണ്ണൂർ വളപ്പട്ടണം സ്വദേശി ഷാഹിർ, മലപ്പുറം പുതിയ കടപ്പുറം സ്വദേശി സുഫിയാൻ എന്നിവരെ ബുധനാഴ്ച നടത്തിയ പരിശോധനയിൽ ഈസ്റ്റ് പോലീസ് പിടികൂടിയിരുന്നു. അന്വേഷണത്തിൽ പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സ്പെഷ്യൽ പെട്രോളിംഗ് ടീം കഴിഞ്ഞ ദിവസങ്ങളിലായി 15ഓളം മോഷ്ടാക്കളെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ മല്ലിക സാരാഭായിക്കുള്ള സർക്കാർ വിലക്ക് ഔദ്യോഗികമാണെങ്കിൽ ആശാവർക്കർമാരുടെ സമരം കൂടുതൽ കത്തിപ്പടരുമെന്ന് എഴുത്തുകാരി സാറാ ജോസഫ് പറഞ്ഞു. ആശാ വർക്കേഴ്സിന് പൗരസമൂഹത്തിന്റെ ഓണറേറിയം നൽകുന്ന തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സാറാ ജോസഫ്. 81 ദിവസമായി സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമരം ഒരു ഘട്ടത്തിലും ഒത്തുതീർപ്പാക്കാനോ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ തയ്യാറല്ലെന്ന നിലപാടിലാണ് സർക്കാർ. മുഴുവൻ ആശാവർക്കേഴ്സും വലിയ കടക്കെണിയിലാണ്. ഒരാൾ സമരത്തിനിരിക്കുന്നുണ്ടെങ്കിൽ 6-7 പേരുടെ ഒരു കുടുംബം അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഇത്രയും മനുഷ്യരുടെ ആവശ്യങ്ങളോട് ജനാധിപത്യ സർക്കാർ മർക്കടമുഷ്ടിയോടെ കണ്ണടയ്ക്കുന്നത് അനുവദനീയമായ കാര്യമല്ല. അസംഘടിത മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നം കാണാതെ പോകുന്നത് വികസന കാഴ്ചപ്പാടുള്ള സർക്കാരിന് ഭൂഷണമല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാറിപ്പോ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്, നിങ്ങൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ലെന്നും സാറാ ജോസഫ് പറഞ്ഞു. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടാണോ മല്ലിക സാരാഭായിക്ക് അത്തരത്തിലുള്ളൊരു റെസ്പോൺസ് വന്നിട്ടുള്ളത്, അതോ അനൌദ്യോഗികമാണോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അവരുടെ പോസ്റ്റിൽ നിന്ന് വ്യക്തമല്ല. ഔദ്യോഗികമായ ഒരു സംഗതി ആണെങ്കിൽ നമ്മളൊരു ജനാധിപത്യ രാജ്യത്തല്ല ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. അവർ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് ഇതിന് മുൻകൈ എടുത്ത് വന്നത്. മല്ലിക സാരാഭായിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനു മുമ്പും പല സ്ത്രീ സമരങ്ങളോടും പ്രകൃതി സമരങ്ങളോടും ഒക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയോട് ഔദ്യോഗികമായിട്ടൊരു വിലക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആശാപ്രവർത്തകരുടെ സമരത്തെ ഇത്ര വലിച്ചു നീട്ടാൻ പാടില്ലായിരുന്നു. ആശമാർക്ക് സാമ്പത്തിക പിന്തുണയ്ക്കൊപ്പം മാനസിക പിന്തുണയും നൽകേണ്ടതുണ്ട്. സ്ത്രീകൾ അവസാന ഘട്ടത്തിലാണ് സമരത്തിനിറങ്ങുന്നത്.
അവർ സമരത്തിനിറങ്ങിയാൽ അത് വിജയിച്ചിരിക്കുമെന്നും സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. കവി റഫീഖ് അഹമ്മദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓരോ ആശാ വർക്കേഴ്സിനും പൗരസമിതി 1000 രൂപ വീതം നൽകുന്നതിന്റെ ഭാഗമായി മല്ലിക സാരാഭായ് ആൻസി എന്ന ആശയുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ ഓൺലൈനായി പണം കൈമാറി. സാറ ജോസഫ് 10 ആശമാർക്കുള്ള ഓണറേറിയം പ്രഖ്യാപിച്ചു. കൺവീനർ VK ശശികുമാർ, ചെയർമാൻ MP സുരേന്ദ്രൻ, K അരവിന്ദാക്ഷൻ, വിനോദ് ചന്ദ്രൻ, ഗോപിനാഥൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ഡോക്ടർ PV കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. 60ഓളം ആശമാർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് രാജ്യത്ത് 4ാം സ്ഥാനത്താണ് KCCL. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ കേരള വിഷൻ സാങ്കേതികവിദ്യയിൽ മുന്നേറിയും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകിയുമാണ് അതിവേഗം രാജ്യത്ത് തന്നെ 4ാം സ്ഥാനത്തെത്തിയത്. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. കാലാഹരണപ്പെട്ട തെരുവ് വിളക്കുകൾ മാറ്റി കോർപ്പറേഷന്റെ 55 ഡിവിഷനുകളിലും ആവശ്യമായ വെളിച്ചം തെരുവ് വിളക്കുകളിൽ നിന്ന് ലഭ്യമാക്കാൻ ആധുനിക രീതിയിലുള്ള LED ലൈറ്റുകൾ സ്ഥാപിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വൈദ്യുതി ചാർജ് മാത്രം നൽകി 10 വർഷക്കാലയളവിലേക്ക് ഇവയുടെ പരിപാലനം ഉൾപ്പെടെ നൽകുന്നതിന് കോർപ്പറേഷൻ ആർക്കോയുമായി കരാറായി. ഇതിലൂടെ വൈദ്യുതി ചാർജിനത്തിൽ കോർപ്പറേഷന് വലിയൊരു തുക ലാഭിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. 6 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ശ്രമം. കോർപ്പറേഷൻ ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കരോളിൻ പെരിഞ്ചേരി, സാറാമ റോബ്സൺ, വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് സെന്ററിൽ വെച്ചായിരുന്നു സംഭവം. മർദ്ദനത്തെ തുടർന്ന് പരിക്കേറ്റ ബസ് ഡ്രൈവർ കൊണ്ടയൂർ സ്വദേശി മുരളിയെ ഓട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വരവൂരിൽ നിന്നും ഓട്ടുപാറയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സിലെ ഡ്രൈവറെയാണ് കാറിലെത്തിയ സംഘം സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് മർദ്ദിച്ചത്. ബസ് റോഡിൽ കിടന്നതിനെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുന്നു. വിവിധ പ്രദേശങ്ങളിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായത്. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച് തിങ്കളാഴ്ച രാത്രി കളക്ടർ ഉത്തരവിട്ടെങ്കിലും സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. ചിലയിടങ്ങളിൽ കിലോമീറ്ററുകളോളമാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. കുരുക്ക് ഒഴിവാക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതരോട് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചുവെങ്കിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടരുകയാണ്. ഇരിങ്ങാലക്കുട കനാൽ ബേസിൽ ഗൃഹനാഥനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ട ശിക്ഷാവിധി ഹൈക്കോടതി ശരിവച്ചു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളായ കാറളം കിഴുത്താണി ഐനിയിൽ രഞ്ജു, നെല്ലായി ആലപ്പാട്ട് മാടാനി ജിജോ, കാറളം പുല്ലത്തറ പെരിങ്ങാട്ടിൽ നിധീഷ്, മൂർക്കനാട് കറപ്പുറമ്പിൽ അഭിനന്ദ്, കോമ്പാറ കുന്നത്താൻ മെജോ, ഗാന്ധിഗ്രാം വേലത്തിക്കുളം തൈവളപ്പിൽ അഭിഷേക് എന്നിവരെയാണ് ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുട ജോളി ബാറിന് സമീപം മുറുക്കാൻ കടയിൽ വെറ്റില മുറുക്കുന്നതിനിടെ ദേഹത്തേക്ക് ചുണ്ണാമ്പ് തെറിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് മോന്തച്ചാലിൽ വിജയനെ പ്രതികൾ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയാണ് കൊലക്കുറ്റത്തിനുള്ള ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത്. 2021 ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതികൾക്ക് കൊലക്കുറ്റത്തിന് ശിക്ഷ വിധിച്ചത്. വടക്കേക്കാട് എരിഞ്ഞിപ്പടിയിൽ മോട്ടോർ പമ്പ് സെറ്റ് അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. വടക്കേക്കാട് സ്വദേശി 19 വയസ്സുള്ള പമ്മനത്തേയിൽ ഫക്രുദ്ദീനാണ് മരിച്ചത്. സ്വന്തം വീട്ടിലെ മോട്ടോർ പമ്പ് സെറ്റ് നന്നാക്കുന്നതിനിടെയാണ് ഷോക്കേറ്റത്. മാതാവിന്റെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഫക്രുദ്ദീനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1.25 കോടി ചിലവിൽ നവീകരിക്കുന്ന ആളൂർ പഞ്ചായത്തിലെ 5 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലുമായി തകർന്ന 30 റോഡുകൾക്കായി 8.39 കോടി രൂപയാണ് പുനരുദ്ധാരണത്തിനായി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുള്ളത്.
കണ്ണിക്കര കപ്പേള പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, മാള ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ഷാജു, ജനപ്രതിനിധികളായ ജുമൈല സഗീർ, ഷൈനി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിൽ നടന്നു വരുന്നത് ആളൂർ ഗ്രാമപഞ്ചായത്തിൽ 6 റോഡുകളാണ് ഇപ്രകാരം നവീകരിക്കപ്പെടുന്നത്. റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ തയ്യാറായ ആളൂർ ഗ്രാമപഞ്ചായത്തിനെ സസ്നേഹം ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. സമൂഹത്തിലേക്കുള്ള ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ 3.5 കോടി മലയാളികളും സൈനികരെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പീച്ചി, പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതിയായ ഗാർഡിയൻ പ്രോജക്ട് സ്വിച്ച് ഓൺ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ ASP ഹാർദിക് മീണ അധ്യക്ഷത വഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ്, വാർഡ് മെമ്പർ ആനി ജോയ്, ഒല്ലൂർ ACP സുധീരൻ, പീച്ചി SHO സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു വഴിക്ക് പോയി മാഗസീനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾ കോടതിയുടെ സഹായത്തോടു കൂടി ഒന്ന് പൊളിച്ചെഴുതി വളരെ മനോഹരമായിട്ട് ആ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ആളുകൾ നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏതാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് സതീഷ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. പുൽഗാമയിൽ അതിർത്തിയിൽ യുദ്ധപ്രതീതിയുള്ള ആശങ്കകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം. പാർലിക്കാട് സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. ഇലക്ട്രിക് പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. തൃശൂരിൽ നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് മരത്തടികൾ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മേഖലയിലെ വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് അപകടമുണ്ടായതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മയിൽവാഹനം ബസ്സാണ് ബുധനാഴ്ച വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 10ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ചാവക്കാട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. തിരുവത്ര സ്വദേശി പുന്നവീട്ടിൽ കൃഷ്ണൻകുട്ടി മകൾ വിസ്മയയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Co-sponsored by ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരക്കഥകളിലും തൃശൂരിന്റെ ആനക്കഥകളിലും താരമാണ് ചെങ്ങല്ലൂർ രംഗനാഥൻ. 108 വർഷങ്ങൾക്ക് മുൻപ് ചെരിഞ്ഞ രംഗനാഥന്റെ ഗാംഭീര്യം അറിയണമെങ്കിൽ തൃശൂരിലെ മ്യൂസിയത്തിൽ വന്നാൽ മതി. തൃശൂർ പൂരത്തിൽ ഉൾപ്പെടെ എഴുന്നള്ളിച്ച് കേരളത്തിലെ നാട്ടാന പ്രമാണിയായി മാറിയ രംഗനാഥൻ ചെരിഞ്ഞത് 1917 തൃശൂരിലെ മ്യൂസിയത്തിൽ വന്നാൽ ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന ഭീമാകാരനായ കൊമ്പന്റെ അസ്ഥികൂടം കാണാം. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് കാവേരിയാറ്റിൽ നിന്നും അഭിഷേക ജലം കൊണ്ടുവന്നിരുന്ന രംഗനാഥനെ 1905 അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കാരാണ് 5000 രൂപയ്ക്ക് വാങ്ങി കേരളത്തിൽ എത്തിച്ചത്. 11 അടി 4 ഇഞ്ച് ഉയരമുണ്ടായിരുന്നു ഈ കൊമ്പനെ. ആറാട്ടുപുഴ പൂരത്തിനിടെ കൂട്ടാനയുടെ കുത്തേറ്റാണ് രംഗനാഥൻ ചെരിഞ്ഞത്. വലിപ്പത്തിൽ വമ്പനായ രംഗനാഥന്റെ അസ്ഥിപഞ്ജരം സൂക്ഷിക്കണമെന്ന് അന്നത്തെ റെസിഡന്റ് കമ്മീഷണർ തീരുമാനിക്കുകയായിരുന്നു. വീണ്ടും ഒരു പൂരക്കാലത്ത് രംഗനാഥൻ നിറയുന്നുണ്ട് തൃശൂരിലെ ആനക്കഥകളിൽ. ശ്രീരംഗത്ത് നിന്നും എത്തിച്ച രംഗനാഥൻ 12 വർഷക്കാലമാണ് തൃശൂരിലുണ്ടായിരുന്നത്. ഇക്കാലയളവിലൊന്നും ഒരു ആക്രമണവും ഈ കൊമ്പൻ നടത്തിയിട്ടില്ലെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. 1917 ചരിഞ്ഞ രംഗനാഥന്റെ വേർപാടിനെ ഇക്കൊല്ലം 108 വർഷം തികയുകയാണ്. തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവ് കൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു.
പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 62ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് ഓരോ പൂരപ്രദർശനവും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനമാണ് തൃശൂർ പൂരം പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വദേശി പ്രദർശനമായിരുന്നു ആദ്യം. സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുത്തു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പൂരം നടത്തിപ്പിനായി ഇരു ദേവസ്വങ്ങളും 2.5 കോടിയോളം രൂപ വീതം കണ്ടെത്തേണ്ടതുണ്ട്. പൂരത്തിന് വരുന്ന ചിലവിന്റെ നല്ലൊരു ഭാഗവും ഈ പ്രദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരം പ്രദർശനം വിജയകരമായി തന്നെ നടത്താൻ കഴിഞ്ഞു. മുൻ വർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. റോബോട്ടിക്സ് അനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡാം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി വിനോദോപാധികളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. കൂടാതെ പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. TCV തൃശൂർ. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. വടക്കാഞ്ചേരിയിൽ ഇടതുപക്ഷ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. AITUC നേതാവ് MA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, AITUC നേതാവ് MR സോമനാരായണൻ, CITU ഏരിയ സെക്രട്ടറി S വസന്തലാൽ, ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാനിപ്പോൾ അതിന്റെ വിശദാംശത്തിലേക്ക് പോകാനല്ല, സഹജമായ പ്രതിസന്ധിയിലൂടെ മുതലാളിത്ത സമ്പദ്ഘടന നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് മെയ്ദിന റാലി സംഘടിപ്പിച്ചു. ദിവ്യബലിക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന തൊഴിലാളി സംഗമവും പൊതുസമ്മേളനവും മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. KLM തൃശൂർ അതിരൂപത പ്രസിഡന്റ് മൂളി ജോബി അധ്യക്ഷത വഹിച്ചു. ഫാദർ അരുൺ വലിയ താഴത്ത് മെയ്ദിന സന്ദേശം നൽകി. ഫാദർ പോൾ തേക്കാനത്ത്, ഫാദർ പോൾ മാളിയമ്മാവ്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, അൽജോ പുളിക്കൻ, സെബി കൊടിയൻ, ബേബി വാഴക്കാല, ജേസൺ ചിറ്റ്ലപ്പള്ളി എന്നിവർ സംസാരിച്ചു. തുടക്കത്തിലും ആദ്യമരംഗത്ത് ഒക്കെ മുന്നിൽ നിന്നൊരു സമുദായമാണ്. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപകനായ R ഗണേഷ് മാസ്റ്ററുടെ 22ാം അനുസ്മരണ ദിനാചരണം നടന്നു. ഒല്ലൂക്കര വിക്ടറി ITI അങ്കണത്തിലെ ഗണേഷ് മാസ്റ്ററുടെ സ്മൃതി മണ്ഡപത്തിലും തുടർന്ന് സ്മൃതി കുടീരത്തിലും വിശിഷ്ടാതിഥികളും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും പുഷ്പാർച്ചന നടത്തി. അനുസ്മരണ ചടങ്ങിൽ നിർധനരായ 1000-ഓളം ആളുകൾക്കുള്ള സാനിറ്ററി കിറ്റ് വിതരണം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, ഏഴരക്കൂട്ടം പ്രസിഡന്റ് സുരേഷ്, പ്രണവൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി P രാമചന്ദ്രൻ, വിക്ടറി ITI പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ, ജീവനക്കാർ, പൗരപ്രമുഖർ തുടങ്ങിയവരും പങ്കെടുത്തു. ഗണേഷ് മാസ്റ്ററുടെ സ്മരണാർത്ഥം വിക്ടറി ITIയും IMAയും ചേർന്ന് രക്തദാനവും സംഘടിപ്പിച്ചിരുന്നു.
തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ അധ്യക്ഷത വഹിച്ചു. IMAയിലെ ഡോക്ടർമാരായ ബാലഗോപാൽ, ബാബു പാറക്കൽ, ഏഴരക്കൂട്ടം പ്രസിഡന്റ് സുരേഷ്, പ്രണവം നഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി P. രാമചന്ദ്രൻ, വിക്ടറി ITI വൈസ് പ്രിൻസിപ്പാൾ EV തോംസൺ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, ജോസ് K. ജോൺ, ദിബുഷ് ബാലൻ, സനൽ T. വർഗീസ് എന്നിവർ പങ്കെടുത്തു. വിക്ടറി ITIയുടെ തൃശൂർ ടൗൺ, കീരംകുളങ്ങര, ഒല്ലൂക്കര എന്നീ അനക്സുകളിലെ 200ഓളം വിദ്യാർത്ഥികൾ രക്തദാനം നടത്തി. മാമ്പഴത്തിന് വില ലഭിക്കാതെ ചാലക്കുടി കർഷകർ. പ്രിയൂർ ഇനത്തിലെ മാമ്പഴത്തിന് കിലോയ്ക്ക് 50 രൂപയിലേക്ക് ചുരുങ്ങി. മാമ്പഴക്കാലത്ത് എക്കാലത്തും മുൻനിര താരമാണ് പ്രിയൂർ. ജനപ്രിയ മാമ്പഴത്തിന് ആവശ്യക്കാരും ഏറെയുണ്ട്. മുൻവർഷങ്ങളിൽ ആദ്യം വലിയ തുക നൽകിയാണ് ആളുകൾ ഇവ വാങ്ങാറുള്ളത്. ഇക്കുറിയാകട്ടെ തുടക്കത്തിൽ തന്നെ വില ലഭിക്കുന്നില്ല. ഇനിയും വില കുറയാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. മുന്തിയ തരം പ്രിയൂർ മാങ്ങകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കയറ്റി പോകുന്നുണ്ട്. തൊലിക്ക് കനം കുറവായതിനാൽ പെട്ടെന്ന് പുഴുക്കേടുണ്ടാകുന്ന മാങ്ങ കൂടിയാണ് പ്രിയൂർ. ഇതുകൊണ്ട് തന്നെ കേടൊഴിവാക്കുന്നതിന് മാവുകൾ പൂക്കുന്ന വേളയിൽ കീടനാശിനി തളിക്കുന്ന രീതിയാണ് കർഷകർ അവലംബിക്കുന്നത്. പൂക്കാലം മുതൽ മുൻകൂട്ടി കച്ചവടം നടത്തുന്ന ഇടനിലക്കാർ വിപണി നിയന്ത്രിക്കും. ചാലക്കുടിയിലെ പ്രധാന റോഡുകളിലെല്ലാം ഇപ്പോൾ മാങ്ങ കച്ചവടം പൊടിപൊടിക്കുന്നു. ഒരു കേന്ദ്രത്തിൽ ദിനം പ്രതി 300 കിലോ മാങ്ങകൾ വിറ്റഴിയും. ഇനിയും വില കുറയാനാണ് സാധ്യതയെന്ന് ചാലക്കുടി വെട്ടുകടവ് റോഡിൽ കച്ചവടം നടത്തുന്ന മേലൂർ സ്വദേശി തെറ്റയിൽ ജോസ് പറയുന്നു. മാങ്ങ താഴോട്ടേക്ക് പോന്നോണ്ടിരിക്കുകയാണല്ലോ, എന്നാലും ചെലവ് കുറവില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാലവർഷം നേരത്തെ തുടങ്ങുമെന്ന സൂചന കച്ചവടക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മാങ്ങകൾ പൊട്ടിച്ച് വിപണിയിൽ എത്തിക്കാനുള്ള പെടാപ്പാടിലാണ് കച്ചവടക്കാർ. TCV ന്യൂസ്, ചാലക്കുടി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ശങ്കര സംഗീതോത്സവം തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടന്നു. ചിന്മയ മിഷൻ സെക്രട്ടറി ഡോക്ടർ ഉഷ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി രമേശ് വാര്യർ, മണികണ്ഠൻ രാധാകൃഷ്ണൻ, മുകുന്ദൻ കുന്നമ്പത്ത്, S. കല്യാണകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കാലം ചെയ്ത പിതാക്കന്മാരുടെ ഓർമ്മദിനം ആചരിച്ചു. മാർത്ത മറിയം വലിയ പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് മാർ ഔഗിൻ കുര്യാക്കോസ് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ധൂപപ്രാർത്ഥനയും അന്നീത ശുശ്രൂഷയും നടന്നു. തുടർന്ന് നടന്ന സമൂഹ സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. റാപ്പ് ഗായകൻ വേടനെ ജാതീയമായി അവഹേളിച്ചെന്നാരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോലീസിൽ പരാതി. ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ K. മാധവൻ, ചീഫ് എഡിറ്റർ MG രാധാകൃഷ്ണൻ എന്നിവർക്കെതിരായാണ് സാമൂഹ്യ പ്രവർത്തകനായ രാമൻ ബിനീഷ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരിയെ ചുവട് പിടിച്ച് വേടന്റെ ചിത്രം പ്രദർശിപ്പിച്ച് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് വിശേഷിപ്പിച്ചത് ജാതീയമായുള്ള അവഹേളനമാണെന്നാണ് പരാതി. ചാനലിനെതിരെ SC ST വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. നിയമത്തിനോട് സഹകരിക്കാതിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ സഹകരിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന മീഡിയകളിൽ വന്നിരുന്ന വാർത്തയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിലവിലിപ്പോൾ വന്നുകൊണ്ടിരുന്ന വാർത്തകളിൽ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തൊരു വാർത്ത, വേടൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നുവരെ കേരളത്തിലുള്ള ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ വാക്കുകൾ കവിതയിൽ ഉപയോഗിച്ച ഒരാളാണ് വേടൻ. വേടൻ്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. വിയർപ്പ് കൊണ്ട് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന വളരെ ശക്തമായ വരി. ആ വരി സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്കും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വരിയാണ്. അയാളെപ്പോലുള്ളൊരു പിന്നാക്കാവസ്ഥയിൽ നിലനിൽക്കുന്നൊരു മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അയാൾ നിലനിൽക്കുന്ന അയാളുടെ പശ്ചാത്തലവും എല്ലാം കണക്കെടുത്തുകൊണ്ട് ആ വാക്കിനെ വക്രീകരിക്കുകയും ആ വാക്ക് കഞ്ചാവ് കൊണ്ട് തുന്നിയിട്ട കുപ്പായമെന്ന് മാറ്റി തീർക്കുകയും ചെയ്തു. അത് സാധാരണ ഒരു പ്രിവിലേജ്. പൊയ്യയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പൊയ്യ സ്വദേശി ഇട്ടിയത്ത് പറമ്പിൽ 43 വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത്. പൊയ്യ മാനാഞ്ചേരി കുന്ന് കുട്ടിച്ചിറ പാലത്തിന് സമീപം നിയന്ത്രണം തെറ്റിയ ഓട്ടോറിക്ഷ തലകീഴായി മറിയുകയായിരുന്നു. പരിക്കേറ്റ അനിൽകുമാറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇനി വാണിജ്യം.
പൂരങ്ങളുടെ നാട്ടിൽ ഓഫറുകളുടെ പൊടിപ്പൂരവുമായി ഷോപ്പിംഗ് വിസ്മയമൊരുക്കാൻ പുഴയ്ക്കൽ നെസ്റ്റോയിൽ നെസ്റ്റോ പൂരവും നെസ്റ്റോ ഇലക്ട്രോമാനിയയും മെയ് 2-ന് ആരംഭിക്കും. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ വെള്ളിയാഴ്ച മുതൽ 3 ദിവസം ദൈർഘ്യമുള്ള നെസ്റ്റോ പൂരവും 4 ദിവസം ദൈർഘ്യമുള്ള നെസ്റ്റോ ഇലക്ട്രോമാനിയയും വൻ ഓഫറുകളുമായാണ് ഷോപ്പിംഗിൽ വിസ്മയമാകുന്നത്. 5 കിലോ ജീരകശാല റൈസ് 459 രൂപ, ബോൺലെസ് ബീഫ് കിലോ 299 രൂപ, മിൽമ നെയ്യ് 1/2 കിലോ 299 രൂപ, കണ്ണൻദേവൻ ചായയില 1/2 കിലോ 135 രൂപ, പ്യാരീസ് വൈറ്റ് ക്ലീൻ ഷുഗർ 5 കിലോ 221 രൂപ, നന്മ വെളിച്ചെണ്ണ 900 ml 235 രൂപ, ഇപ്പി നൂഡിൽസ് 500 ഗ്രാം 79 രൂപ, കൈമ റൈസ് 1 കിലോ 89 രൂപ, ലൂസ് മൈദ 2.5 കിലോ 99 രൂപ, പിയേഴ്സ് സോപ്പ് വലുത് 4 എണ്ണം 199 രൂപ, ചിക്കൻ 65 1/2 കിലോ 99 രൂപ, ഐഫോൺ 16 14% കിഴിവോടെ 68,900 രൂപ, നെക്ക് ബാൻഡ് 149 രൂപ, പ്രസ്റ്റീജ് 3 ലിറ്റർ പ്രഷർ കുക്കർ 1199 രൂപ, TCL 1 ടൺ AC 23,999 രൂപ, BPL 1 ടൺ AC 24,999 രൂപ, 43 ഇഞ്ച് ഫുൾ HD സ്മാർട്ട് TV 12,999 രൂപ, 55 ഇഞ്ച് TCL ഗൂഗിൾ TV 28,499 രൂപ, 75 ഇഞ്ച് TCL ഗൂഗിൾ TV 62,999 രൂപ, വയർലെസ് സ്പീക്കർ 599 രൂപ തുടങ്ങിയ ഓഫറുകൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഐറ്റംസ്, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ഭക്ഷ്യവിഭവങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വൻ വിലക്കുറവിൽ നെസ്റ്റോ പൂരത്തിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,775 രൂപ, പവന് 70,200 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,372 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടിയേറിയതോടെ തൃശൂർ പൂരാവേശത്തിലേക്ക്. സാമ്പിൾ വെടിക്കെട്ടിനൊരുങ്ങി തിരുവമ്പാടിയും പാർമേക്കാവും. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീഷും പാർമേക്കാവിന് വേണ്ടി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബും വെടിക്കെട്ടൊരുക്കും. സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മല്ലിക സാരാഭായ് ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഭാഗമായി. മല്ലിക സാരാഭായിയുടെ സർക്കാർ വിലക്ക് ഔദ്യോഗികമാണെങ്കിൽ സമരം കൂടുതൽ കത്തിപ്പടരുമെന്ന് സാറാ ജോസഫ്. സ്ത്രീകൾ സമരത്തിനിറങ്ങിയാൽ വിജയിച്ചിരിക്കുമെന്നും സാറാ ജോസഫ്. ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് കേരള വിഷന് അഭിമാനകരമായ കുതിപ്പ്. ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ കേബിൾ TV രംഗത്ത് രാജ്യത്ത് 4-ാം സ്ഥാനത്ത് KCCL. ലൈറ്റ് ഫോർ നൈറ്റ് ലൈഫ് പദ്ധതിയുമായി തൃശൂർ കോർപ്പറേഷൻ. കാലാഹരണപ്പെട്ട തെരുവ് വിളക്കുകൾ മാറ്റി കോർപ്പറേഷന്റെ എല്ലാ ഡിവിഷനുകളിലും LED ലൈറ്റുകൾ സ്ഥാപിക്കും. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ കാറിലെത്തിയ സംഘം ബസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചു. മർദ്ദനമേറ്റ ബസ് ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനം കാറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.